ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ബസ്സും കയറി പോണത് എങ്ങോട്ടാ വെച്ചാൽ ഹൈലൈറ്റ് മാളിലേക്കാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയും നമ്മൾ രണ്ടാളും ബസ്സിലാണ് പോണത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനി ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മൾ നടുവിൽ നിന്ന് ആലോചിക്കുകയായിരുന്നു. ഇവണ്ടല്ലോ ഫോൺ ഓണാക്കി അപ്പം കൊണ്ടുവരും എൻ്റെ ജോലൈന്. അങ്ങനെ പിന്നെ നല്ലൊരു പൂക്കി സ്പോട്ട് കണ്ടപ്പോൾ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് അതിൻ്റെ ബാക്കിലായിട്ട് മറ്റേ ലൈറ്റൊക്കെ ഉള്ള ആ ഒരു സംഭവം ഇല്ല, ഗ്ലാസ്സുള്ള ആ ഗെയിമിൻ്റെ ആ ഒരു സാധനം കണ്ടത്. അത് നമ്മൾ വിചാരിച്ചു അതിൽ കയറാമെന്ന്. അങ്ങനെ അതിൽ കയറി വലിയ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ച് കയറിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ലേനു, അത്രേ ഉള്ളൂ. ബട്ട് അവിടെ ഫുൾ നമ്മളെ ഗ്ലാസ്സിലായതുകൊണ്ട് നമ്മൾ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ വരും. എവിടെയാണ് ആ ഒരു സംഭവം അടിക്കലോ, അതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു മെയിൻ തീം. പക്ഷേ നമ്മളിങ്ങനെ ഒരു അങ്ങനെ പോയതുകൊണ്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ലേനു. ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ട് നമ്മളെ കസിൻ്റെ പോലെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ചർച്ച. ഈ രണ്ട് ഫോട്ടോയും കണ്ടിട്ട് നിങ്ങൾ പറയും അതേപോലെ ഉണ്ടോ? ഇത്രയൊക്കെ നേരമായിട്ട് നമ്മൾ താത്ത ഇവിടെ എത്താത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ വെറുതെ പോക്കി. അത് കഴിഞ്ഞ് താത്ത എത്തി. നമ്മൾ ഏറ്റവും മേലെ ഗെയിംസ്, ഈ ഒരു ഗെയിമില്ലേ അതിൻ്റെ അടുത്തേക്ക് പോയി. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കയറണ്ടേ എന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ നമ്മൾ കയറിയില്ല. എന്നിട്ട് പിന്നെ അതൊക്കെ നോക്കി കണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ സൗണ്ട് ചെക്ക് ഉണ്ടായിരുന്നു. എന്തോ പരിപാടി നടക്കാൻ പോകാൻ തോന്നുന്നു. എന്നിട്ട് അതൊക്കെ കുറച്ച് നേരം നോക്കിന്ന് പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി. നല്ല ക്യൂട്ട് ഐസ്ക്രീം, വാനിലൻ്റെ ഐസ്ക്രീം വാങ്ങി. അങ്ങനെ അത് കഴിച്ചു. പിന്നെ നമ്മൾ അടുത്ത ഗെയിം സ്പോട്ടിൽ പോയി. അവിടെ പോയി ഗെയിംസൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സേർവ് ചെയ്തു. ഒന്നിലും കയറിയില്ല. ഇതൊക്കെ കുറച്ച് ക്രിഞ്ച് പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാണ്ട് കയറായിട്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ എന്ന് പറഞ്ഞാൽ കളക്ഷൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല തോന്നുന്നു. നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ നേരെ മിറർ മുഖ്യം ബിഗിലേ, അങ്ങനെ അവിടേക്ക് പോയി. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, പിന്നെ നല്ല വിശാലമായ സ്ഥലമായതുകൊണ്ടും നമ്മൾ മാത്രമുള്ളതുകൊണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളെ മെയിൻ സ്പോട്ടിലേക്ക് പോയി, നമ്മളെ ഫുഡ് ഐറ്റംസ്. അങ്ങനെ അവിടെ പോയി അവിടുത്തെ പലതരം ഐറ്റംസും നോക്കി. പിന്നെ ഈ ഫിഷ് കണ്ടു ഗൈസ്, അത് വേറൊരു ഫിഷിനെ കഴിച്ചിട്ട് മരിച്ചതാ തോന്നുന്നു. അതിൻ്റെ വായിൽ വേറെ ഒന്നുണ്ടേ, അതിശയം തന്നെ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ബില്ല് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വലിയൊരു ട്രോളിയിലിട്ടിട്ട് വലിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മളെ ഫാൻസീൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പം അവിടെയും ജസ്റ്റ് ഒന്ന് കയറി ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. സാധനങ്ങളൊക്കെ അവിടെ അതിൽ വെച്ചു. നമ്മൾ വണ്ടിമേലാണ് പോകുന്നത്. തിരിച്ച് വന്നത് ബസ്സിലാണെങ്കിലും പോകുന്നത് വണ്ടിമേലാണ്. നമ്മൾ പിന്നെ ഫുൾ വൈബാക്കി പാട്ടൊക്കെ പാടിയിട്ടാണ് ഗൈസ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.